വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മൊബൈൽ കമ്പനികളൊക്കെ നിരന്തരം ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ടും അവിടുത്തെ രക്ഷാപ്രവർത്തകർക്കും അവിടെ ക്യാമ്പിലുള്ള ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നിരവധി ഓഫറുകളാണ് നമ്മുടെ സിം നെറ്റ്വർക്ക് മൊബൈൽ കമ്പനികൾ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഓഫറുകളും നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കറിയാൻ സാധിക്കും, ദുരന്തം അനുഭവിക്കുന്ന വയനാട്, മലപ്പുറം, നിലമ്പൂർ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ദുരന്തം അനുഭവിക്കുന്ന ആളുകളുണ്ട്, പ്രളയവും അതുപോലെ തന്നെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ യൂസ്ഫുൾ ആകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ സഹായിക്കുന്നവർക്ക് ഇൻ്റർനെറ്റിൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റു നെറ്റ്വർക്കുകളുടെ ബുദ്ധിമുട്ടോ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഓഫറുകൾ മൊബൈൽ കമ്പനികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ആ ഒരു ഭാഗത്ത്, അതായത് ചൂരൽമലയും അതുപോലെ തന്നെ വയനാട് ആ ഒരു ഭാഗത്ത് ഏകദേശം നിലവിൽ BSNL ഒരു ടവർ മാത്രം ഉണ്ടായിരുന്നു. ആ BSNL ടവർ 4Gയിലേക്ക് മാറ്റി നല്ല കപ്പാസിറ്റി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജിയോ 2 ടവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഭാഗത്തേക്ക് കഴിഞ്ഞ ദിവസം. മാത്രമല്ല നെറ്റ്വർക്കൊക്കെ 4Gയിലേക്ക് മാറ്റുകയും വളരെ വേഗത്തിൽ കിട്ടുന്നതിന് വേണ്ടി 4Gയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ജിയോ 2 ടവർ സ്ഥാപിച്ചത് ദുരന്ത നിവാരണ സംഘത്തിൻ്റെ ആവശ്യപ്രകാരമാണ്. ഒരു ടവർ കാരണം കൂടുതൽ ആളുകൾ, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ജിയോ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ടവർ ജാം വരുന്നതുകൊണ്ട് തന്നെ ടവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല എയർടെല്ലും വിയും നല്ല മികച്ച ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എയർടെൽ 3 ദിവസത്തേക്ക് സൗജന്യമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനുള്ള സൗകര്യം, അതോടൊപ്പം തന്നെ സൗജന്യമായിട്ട് SMS, ടോക്ക് ടൈം, നമുക്ക് വിളിക്കാനുള്ള സൗകര്യം, അതുപോലെ തന്നെ പ്രീപെയ്ഡും പോസ്റ്റ് പെയ്ഡുള്ള ആളുകൾക്കൊക്കെ ഈ സൗകര്യം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല പോസ്റ്റ് പെയ്ഡ് ആളുകളുടെ കാലാവധി കഴിഞ്ഞ ആളുകൾക്ക് സാവകാശം 10 ദിവസത്തോളം സമയം നീട്ടി കൊടുത്തിട്ടുണ്ട്. അവർക്ക് പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ റീചാർജ് ചെയ്യാനോ പണമടക്കാനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 10 ദിവസ സമയത്തേക്ക് വരെ അവർ സമയം നീട്ടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ VIയുടെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ VI 1 GB സൗജന്യമായിട്ട് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ആ 1 GB ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്രെഡിറ്റ് ആകും. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്രെഡിറ്റ് ആകുന്നുണ്ട്. പോസ്റ്റ് പെയ്ഡ് ആളുകൾക്കും നേരത്തെ പറഞ്ഞതുപോലെ 10 ദിവസം നീട്ടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പേയ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ അവരുടെ കണക്ഷൻ കട്ടാകുമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവർ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകൾക്കൊക്കെ കൃത്യമായിട്ടും അവരുടെ പ്രവർത്തനം തുടരാം. അവർക്ക് നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് VIയും അതുപോലെ തന്നെ എയർടെല്ലും അറിയിച്ചിട്ടുണ്ട്. ജിയോയുടെ ഭാഗത്ത് നിന്ന് നെറ്റ്വർക്ക് ടവർ സ്ഥാപിക്കുകയും കൂടുതൽ ആളുകളിലേക്ക് നെറ്റ്വർക്ക് എത്തിക്കുന്ന സാഹചര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിയന്തര ഘട്ടത്തിൽ പല ആളുകൾക്കും ഡാറ്റ ഇല്ലാത്ത പ്രശ്നവും കോൾ ചെയ്യാൻ സാധിക്കാത്ത പ്രശ്നമൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ ആ ഭാഗത്ത് മൊബൈൽ ടവർ ജാം ആവുകയും കൂടുതൽ മെസ്സേജുകളോ വിളിക്കാനോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഇതിന് പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാ മൊബൈൽ കമ്പനികളും അഡീഷണലായി കൂടുതൽ ടവറുകൾ സ്ഥാപിക്കുകയും ഉള്ള ടവറുകൾക്ക് കൂടുതൽ കപ്പാസിറ്റി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാകില്ല എന്നുള്ള കാര്യം നെറ്റ്വർക്ക് കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. കാരണം തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ആ ഒരു മൊബൈൽ ഫോൺ ഒന്ന് ഒഴിച്ചുകൂടാത്തൊരു സംഭവമാണ്. നമുക്ക് വിളിക്കാനും മെസ്സേജ് അയക്കാനും നെറ്റ്വർക്കുകൾ അപ്ഡേറ്റുകൾ അപ്പോൾ